ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എണീറ്റ് ഞങ്ങളുടെ കൂടെ തന്നെ ഞാൻ സൂചിച്ചാണ് ഒരുമിച്ചാണ് എണീറ്റ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ തുമ്പിമോൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൾ കൊച്ചു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുറ്റടിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് സൂചിച്ചേട്ടൻ ഓടി വിളിച്ച് പറഞ്ഞത് 9 മണിക്ക് കറണ്ട് കട്ടാവും, അപ്പോൾ അലക്കാനുള്ളത് ഇട്ടോളാൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് മുറ്റടി അലക്കി കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചാൽ ചൂടെ പുല്ലൊക്കെ ആകെ വീണ്ടും നല്ലോണം വളർന്നിട്ട് അതിപ്പോൾ എല്ലാ ദിവസവും പറിക്കാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല, കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള പുല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റടിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, നാളെയാണ് സുധിച്ചേട്ടൻ മാല ഇടുന്നത്. അപ്പോൾ നമ്മുടെ പന്തലാലിക്കൽ അമ്പലത്തിൽ ചെന്നിട്ട് മാല ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഏത് അമ്പലമാണെന്ന് മാറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ കറൻറ്റ് തീരുമാനം പന്തലാലിക്കൽ അമ്പലത്തിൽ പോയി മാല ഇടാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ച് പോകും കേട്ടോ അമ്പലത്തിലേക്ക്. ഇന്നിപ്പോൾ അമ്പലങ്ങളിലൊന്നും പോകണില്ല, സുധിച്ചേട്ടൻ പോയിട്ട് പോരുമായിരിക്കും, പോയിട്ട് കടയിൽ പോവുമായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ ഇന്ന് സുക്രുവിനെ നേഴ്സറിയിലാക്കണമെന്ന് ഞാൻ കുറച്ച് വൈകി പോവുള്ളൂ. എനിക്ക് കുറച്ച് പണികളുണ്ട്, കുറച്ച് അലക്കാനുണ്ട്, അധികം തന്നെ അലക്കാനുണ്ട്. വിഷയത്തിലിടുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വിരിച്ചിടണമല്ലോ. പിന്നെന്തിട്ടാ, ഇന്നലെ തന്നെ സുധിച്ചേട്ടൻ്റെ കറുപ്പമുണ്ടും സാധനങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടു. വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിടാനുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം ശബരിമലയ്ക്ക് പോയതിന് ശേഷം നമ്മൾ അലക്കിയിട്ട് എടുത്ത് വച്ചിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഊരിയിടണം. പിന്നെ ഒരു മുണ്ട് പുതിയത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മുണ്ടും തോർത്തും. അപ്പോൾ അതൊന്ന് ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ തന്നെ അതൊക്കെ ചെയ്തു വെച്ചു. പിന്നെ നാളെയല്ലേ, അപ്പോൾ ഇന്ന് ചെയ്തു വെച്ച് ഇനി എങ്ങാനും പിറ്റേ ദിവസം ഉണങ്ങിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഇന്നലെ തന്നെ ചെയ്തു വെച്ചു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെന്താണ്, നോമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്നൊരു നമ്മുടെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കുളി കഴിയൂട്ടാ, മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കട്ടപ്പ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ പോയിട്ട് നേരെ പോയി അലക്കാനിടട്ടെ, എന്നിട്ട് മുറ്റടിക്കണം. ഇന്ന് പാചകം എന്ന് പറയാനായിട്ട് നൂലപ്പം ഉണ്ടാക്കും, പാലും പിന്നെ ചോറും കോവക്ക വാട്ടിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ട് പണികളൊന്നുമില്ല, ഈ മറ്റ് പുറം പണികളാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. തുമ്പിമുള ഇടണതിന് മുമ്പ് ഒരുവിധം പണികളൊക്കെ തീർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. മുറ്റടിക്കാൻ പോയ ഞാൻ സുധിച്ചേട്ടൻ പറഞ്ഞോടുകൂടി നേരെ വന്ന് അലക്കാനിടാൻ പോവാണ്ട. കാരണം ഒരു ലോഡ് സാധനങ്ങൾ അലക്കാനുണ്ട്. 2 പിള്ളേർ, തുമ്പി എന്നൊക്കെ പറയണ ഒരു ദിവസം ഒരു 12 എണ്ണമെങ്കിലും മാറും. 12 കുറവാണ് കേട്ടോ അവളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ നൈറ്റ് മാത്രമേ സ്നഗ്ഗി ഇടിക്കാറുള്ളൂ ഇപ്പോൾ. പിന്നെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വയ്യായികയാണെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, സ്നഗ്ഗി ഇടിക്കാറുള്ളൂ കേട്ടോ പകലൊക്കെ. അപ്പം ഞാനിത് റൂമിൽ നിന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ തന്നെ ഇടുന്നത്. അല്ലെങ്കിൽ മെഷീനിൽ ഇങ്ങനെ അങ്ങനെ തന്നെ ഇടരുത്, ഓരോന്നോരോന്നായിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ലിക്വിഡ് ഒഴിക്കുകയാണ്. ലിക്വിഡ് സ്കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ഓൾറെഡി എടുത്തതാണ് വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ അന്ന് എന്തോ ഒരു കാരണത്താൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എടുക്കാട്ടോ ഒരു ദിവസം. നല്ല അടിപൊളിയാണ്, നല്ലോണം ക്ലീൻ ആവും. അതേപോലെ തന്നെ നല്ല വില കുറവാണ് കേട്ടോ. എന്തോ ഭയങ്കര ഓഫറൊക്കെ ഉണ്ട്. പിന്നെ ഞാനൊരു പാക്കറ്റ് കംഫർട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ ഉള്ളൊരു ഇത് മേടിക്കാറുള്ള ഈ ഒരു സാങ്ഷാ പാക്കറ്റാണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവും കിട്ടും. മറ്റേന്ന് പറയുന്നത് നമുക്ക് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും ആ ഒരു കുപ്പി വാങ്ങിക്കുന്നത് കേട്ടോ. സാങ്ഷാ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് ഒരല്ലക്കിന് ആ ഒരു ഒറ്റ പാക്കറ്റ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണക്ക് കിട്ടും. ഇത് ഓണാക്കിയതിന് ശേഷമാണ് അടിയിലൊരു ഡ്രസ്സും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തുറന്നിട്ട് അതും കൂടി ഇട്ടു കേട്ടോ. പിന്നെ അതേ വിരിക്കാനുള്ള സംഭവമാണിത്. അങ്ങനെ പുറത്ത് പോയിട്ട് വിരിക്കാം. നമുക്ക് അഴ കെട്ടാനുള്ളൊരു സംവിധാനമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗേറ്റുമ്മലാണ് നമ്മളെപ്പോഴും വിരിക്കാറ്. പിന്നെ മതിൽ മുഴുവൻ ഞാൻ വിരിച്ചിടാറുണ്ട് കേട്ടോ. മതിലിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ചെമ്പിൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്, അല്ലാണ്ട് അഴുക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ കൃഷ്ണനൊക്കെ വിളക്ക് കത്തിച്ചു. നേരെ ചെയ്തത് അലക്കാലാണ് കേട്ടോ. അതിനുശേഷമാണ് കൃഷ്ണന് വിളക്ക് കത്തിക്കാൻ പോയത്. അതിനുശേഷം ഞാൻ അന്ന് മുറ്റമൊക്കെ അടിച്ചിടാണ് കേട്ടോ. നിറയെ പുല്ല് വളർന്നിട്ടുണ്ട്. ഇനി ഒരു ദിവസം നമ്മൾ ലീവ് എടുക്കുമ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. ദാന്ന് പറയണ പോലെ കേട്ടോ പുല്ല് വളരുന്നത്. ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള പുല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പറിക്കാനോ നെഞ്ചൊക്കെ പിള്ളേരണ പോലെ തോന്നും കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കൊക്കെ അടിച്ചിടാണ് കേട്ടോ. പിന്നെ നാളെയാണ് സുധിച്ചേട്ടൻ മാല ഇടുന്നത്. അപ്പം ഞാൻ പുറത്തുണ്ടെങ്കിൽ തുമ്പി ഇങ്ങനെ പതുക്കെ ഓരോ പടിയായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് അവസാനം മുറ്റത്ത് കെട്ടി മണ്ണൊക്കെ എടുത്ത് തിന്നും. അതാണ് അതിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അത് ഒരു 10,000 ചെരുപ്പുണ്ട്. അത്
എപ്പോഴും പുറത്തിങ്ങനെ കിടക്കുമായിരിക്കും കേട്ടോ. ഞാനിത് അടക്കി പറക്കി വെച്ചാലും പിള്ളേർക്കുള്ള വീടുകൾക്കോ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. ഇവരൊക്കെ ഇത് നിറയെ അങ്ങനെ തന്നെ ഇപ്പോൾ സോഫമ്മ കളിപ്പാട്ടം ഞാൻ എടുത്ത് പറക്കി വെച്ചാലും അത് എറിഞ്ഞിടുക എന്നുള്ളത് എൻ്റെ 2 മക്കളുടെ ഒരു ഹോബിയാണ്. ഇതിപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല ചെരുപ്പെടുത്ത് തുമ്പി നിലത്തോട്ട് ഇടുന്നത്. അങ്ങനത്തെ നമ്മുടെ റോസാപ്പൂവൊക്കെ ശോഷിച്ച് വരുന്നത് ഇപ്പോൾ 2 പൂവുള്ളോട്ട് നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഞാൻ തുമ്പിനെ ഇങ്ങനെ കയറിപ്പോകും അകത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചൂലൊക്കെ ഒന്ന് കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം എന്തിട്ടാണ് ഇനി വേണം അടുക്കളയിലൊക്കെ ഒന്ന് കയറാനായിട്ട്. അടുക്കളയിലൊന്നും കയറിയിട്ടില്ല, ചായ വരെ തിളപ്പിച്ചില്ല കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 6:30-6:45 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെറ്റപ്പ് ബോക്സ് ആണെന്ന് വിചാരിച്ചു. സെറ്റപ്പ് ബോക്സ് ശരിയാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ പുറത്തുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. സുചേട്ടൻ അമ്പലത്തിലോട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിലാണ് ഇനി എൻ്റെ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. പിന്നെന്താ മുടിയുടെയൊക്കെ വെള്ളമൊക്കെ തോർന്നു. സെറ്റപ്പ് ബോക്സിൽ വാണിങ് വന്നിട്ട് കുറേ മാസങ്ങളായി, പറഞ്ഞിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. ഏഷ്യാനെറ്റാണ് ഇത് മാറ്റണം എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഇത് 800 900 അത്ര കണ്ടാണെന്നുണ്ട്. ഓരോരോ ചിലവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാണ്ട് ഓരോരോ ചിലവ് വരുമ്പോൾ പോയി ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതന്നെ സൂചനൊക്കെ കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ മാസം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമല്ലോ, അപ്പം അതിൻ്റെ കൂടെ ചിരിശ കൂട്ടി അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അടയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ആ ഒരു ഭാരം ഉണ്ടാവില്ലല്ലോ. അപ്പം അത്രയുള്ളൂ. നമ്മുടെ തുണിവിരിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തുമ്പിയും ശുക്രമണിയൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ നൂലപ്പമാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നൂലപ്പം ഉണ്ടാക്കാം. പിന്നെന്തിനാ രാവിലെ ഞാൻ എന്തിനാ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നൂലപ്പം തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞ നൂലപ്പം മതി, പാലും പിഴിയാന്ന് വിചാരിച്ചു. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഹായ് പറ, ടാറ്റ പറ. തുമ്പിനെ സുക്കുറിനെ സേഫായിട്ടുള്ള പൊസിഷനിൽ ഇരുത്തി കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് ഡോറൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ. മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി ഒന്ന് കെട്ടി വെച്ചിട്ട് നേരെ നമ്മൾ അടുക്കളയിൽ കയറി. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളിന്ന് നൂലപ്പം പാലമാണ് ഉണ്ടാക്കുന്നത്. സുധിച്ചേട്ടൻ അമ്പലത്തിൽ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചന്തയിൽ നിന്ന് അരിപ്പൊടി ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാറായിട്ടില്ല, കാരണം നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന അരിപ്പൊടി പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എടുത്തത്. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് തീർത്ത് വരണ്ടേ. അപ്പോൾ എന്നാൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി വെച്ചു. പിന്നെ ചൂടാക്കാനായിട്ട് കെറ്റിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, കോവയ്ക്ക, നല്ല നാടൻ കോവക്ക, വെള്ളാങ്കല്ലൂർ നമ്മുടെ ഷോറൂമിൻ്റെ അപ്പുറത്ത് നല്ല നാടൻ കോവക്ക കിട്ടും. PMS ഫിഷ് മാർട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ല നാടൻ പച്ചക്കറികൾ കിട്ടും. നല്ല അടിപൊളിയായിരിക്കും. നാടൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ അല്ല, ഒരു ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നാളികേരം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഇന്നാണ് അത് മനസ്സിലായത്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ഒരു കോവയ്ക്ക് വാട്ടിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോവക്ക അരിയണേൻ്റെ ഇടയ്ക്ക് കെറ്റിൽ വെള്ളം ചൂടായിട്ട് ഞാനൊന്ന് നമ്മുടെ നൂലപ്പത്തിൻ്റെ പൊടിയിലൊന്ന് ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. സ്പൂണിൽ കൂടെ തന്നെയാണ്, ഭയങ്കര തിളച്ചിരിക്കുകയല്ലേ വെള്ളം. അപ്പോൾ അതേ കോവയ്ക്ക് സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നെ നമ്മളിന്ന് നൂലപ്പം ഉണ്ടാക്കുന്ന വാഴയിലയിലാണ് കേട്ടോ. വാഴയിലയിൽ നൂലപ്പം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സമയമുള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക. സമയമില്ലെങ്കിൽ ആ അച്ചി തന്നെ ജസ്റ്റ് ചെയ്യാറുള്ളൂ. വാഴയിലയിൽ ഇങ്ങനെ നൂലപ്പം നമ്മൾ പരത്തി നമ്മൾ ആവിയിൽ വേവിക്കുമ്പില്ലേ, ആ ഒരു നൂലപ്പത്തിന് ആ വാഴയിലയുടെ ഒരു സ്മെല്ല് കിട്ടും. ദൈവമേ, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഒന്നുമില്ലെങ്കിലും കറിയോ പാലോ ഒന്നുമില്ലെങ്കിലും വെറുതെ ഒരു ചായയും കൂടെ കൂട്ടി, ചായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചായയും കൂടെ വെറുതെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആ ഒരു വാഴയിലയുടെ വാട്ടിയ ആ ഒരു സ്മെല്ലിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ ഒതിച്ചോറ് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഇല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വാഴയിലയിലാണ് ഇന്ന് നൂലപ്പം ഉണ്ടാക്കുന്നത്. ഇന്ന് എനിക്ക് ഒരുപാട് സമയമുണ്ട്, കാരണം ഒരുപാട് നേരത്തെയാണ്. പിന്നെ ഭാരിച്ച കുറേ പണികളൊന്നും ഇല്ല. അപ്പോൾ നൂലപ്പം പിന്നെ പാല് പിഴിയാനേ ഉള്ളൂ, പിന്നെ കോവക്ക വാട്ടാനുള്ളൂ. ചോറ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നൂലപ്പം ഉണ്ടാക്കുകയാണ്. ഈ ഒരു പൊടി നന്മയുടെ പൊടിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചന്തയിൽ നിന്ന് നന്മയുടെ പൊടിയല്ല കിട്ടിയിരിക്കുന്നത്. ഇനി അതെന്താവോ എന്തോ, പേരെന്തിട്ടാണെന്നറിയില്ല. നന്മയുടെ പൊടി ഭയങ്കര നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്തു, എല്ലാം പരത്തി കഴിഞ്ഞ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട്, അച്ചു വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് എടുത്ത് വെച്ചാൽ മതി. ഏറ്റവും അടിയിലത്തെ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയിട്ട് വേണം അതിൻ്റെ മേലക്ക് വെക്കാനായിട്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ അത് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കാൻ നിങ്ങൾ പേടിക്കേണ്ട. അമിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ, ഭയങ്കരമായിട്ട് അമിഞ്ഞു പോകത്തില്ല. ഇതിന് ഭയങ്കര കട്ടിയൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് ഫുള്ളായിട്ട്
നന്നായിട്ട് അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം അടിപൊളി നൂലപ്പം നമുക്ക് കിട്ടുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുതോ നിങ്ങൾക്ക് നൂലപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ വാഴയിലൊന്നും ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു, കോവയ്ക്ക വാട്ടുന്നുണ്ട്. നമ്മുടെ ഇറ്റ്സ് മൈ വേ ബൈ കല്യാണി ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി അത് പറയുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ കാണാനായിട്ട്. അപ്പം ഞാൻ ഈ കോവയ്ക്ക വാട്ടിയത് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലെ കോവക്ക വാട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കോവക്കൊലത്ത് അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് തിന്നാൻ തോന്നും അല്ലേ. എന്താണ് ആ ഇവിടങ്ങളിൽ അങ്ങനെ പറയാതിരുന്നത്. പക്ഷേ എൻ്റെ വായിലും വരത്തൂല്ല മെഴുക്ക് പുരട്ടിന്ന്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒലത്ത് അല്ലെങ്കിൽ വാട്ടാന്നാണ് കേട്ടോ പറയുക. പിന്നെ നാളികേരം പൊട്ടിച്ചപ്പോൾ കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളികേരം ഒന്ന് ചിരകിയിട്ട് എന്ത് ചെയ്യണം, പാല് പിഴിയാനുള്ള ഇതും എടുക്കണം. പിന്നെന്താ, കോവയ്ക്കയ്ക്ക് കുറച്ച് നാളികേരം ഇടുകയും വേണം കേട്ടോ. അപ്പം ഞാൻ എപ്പം നാളികേരം പൊട്ടിച്ച് ചിരകിയാലും എൻ്റെ കള്ളിപ്പൂ ചോടി വരും കേട്ടോ. അതിന് നാളികേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞഞ്ഞ അതെങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്, തേങ്ങ ഞഞ്ഞ എന്നാണ് അത് പറയുന്നത്. അതേസമയം എൻ്റെ മൂത്ത സന്തതി ഒട്ടും തിന്നൂല. അതിന് ഇഷ്ടമുള്ളത് മാത്രം അത് തിന്നുള്ളൂ. ഒരു പഴം തിന്നൂല, ഒരു ഫ്രൂട്ട്സ് ഒന്നും തിന്നൂല. അതിനിഷ്ടം ഈ കുഴിമന്തിയുടെ ചിക്കൻ, അതേപോലെ തന്നെ ചോറും മുട്ട വാട്ടിയതും, പിന്നെ അതൊരു പുട്ട്, നൂലപ്പം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. നല്ലതൊന്നും അതിനിഷ്ടം. ഇതൊന്നും നല്ലതല്ല എന്നല്ല, നല്ലത് എല്ലാതൊന്നും തിന്നൂല അത്. പക്ഷേ തുമ്പി എല്ലാം തിന്നു കേട്ടോ. ഇനിയിപ്പോൾ വലുതാവുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴേക്കും നാളികേരമൊക്കെ ചിരകി കുറച്ച് തേങ്ങ ഞാൻ എന്ത് ചെയ്തു, കോവയ്ക്കയിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി വെച്ചു. പിന്നെ അതേ ഞാൻ പാല് പിഴിയാനോട്ടുള്ള തേങ്ങ എന്ത് ചെയ്തു, എടുത്ത് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ സുധിച്ചേട്ടൻ വന്നിട്ട് പാല് പിഴിയുള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കാണ്, പിഴിഞ്ഞ് വയ്ക്കുന്നില്ല. പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മുകളിലേക്ക് ആ വെള്ള ഭാഗം ഇങ്ങനെ കട്ടി വന്നിട്ട് എന്തോ ചീത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിഴിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. സുധിച്ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. നൂലപ്പം ഉണ്ടാക്കി, അതേപോലെ തന്നെ കോവയ്ക്ക വാട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. ഈ നൂലപ്പം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാക്കും. 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നൂലപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഒട്ടും അങ്ങോട്ട് അമിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. കോവക്ക വാട്ടിയത്. പിന്നെ സുധിച്ചേട്ടൻ വന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഒരു അലുവ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. കോഴിക്കോട് ഹൽവ എന്നാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. അതായത് ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അണ്ടിപ്പരിപ്പ്, ബദാം, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അലുവയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കഷ്ണം കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നല്ലതൊന്നും കുറേ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച്. ഇനിയിപ്പോൾ സുധിച്ചേട്ടനും സുക്രുമണിനെയൊക്കെ നേഴ്സറിയിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം തുമ്പിക്ക് ഇനി ഭക്ഷണം കൊടുക്കണം. തുമ്പിക്ക് ഞാൻ നൂലപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, പക്ഷെ അവൾ കുറച്ച് തിന്നുള്ളൂ. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ പെരയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം തുമ്പി മൂത്രമൊഴിക്കൽ അപ്പിടൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും തുടച്ചില്ലെങ്കിൽ ഇത് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. തുമ്പിക്ക് ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. ഏത്തപ്പഴം ഞാൻ പുഴുങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് ഈന്തപ്പഴവും പിന്നെ എന്തുട്ടാ ബദാമും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇവക്ക് കുഞ്ഞിലെ സ്ഥിരം കൊടുത്തിരുന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒരിടയ്ക്ക് നിർത്തി. കാരണം അവൾ അപ്പിടുമ്പോൾ ഭയങ്കരമായിട്ട് മുറുക്കം വരുന്നുണ്ട്. ഞാൻ കൊടുക്കൽ നിർത്തിയതാണ് കേട്ടോ. ബദാം അണ്ടിപ്പരിപ്പിലൊക്കെ കൊടുക്കല. അപ്പം ഇന്ന് കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. കുറേ എപ്പോഴും ഇടാണ്ടിരുന്നാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നല്ലതല്ല. പക്ഷേ അങ്ങനെ അത് അധികം കൊടുത്താലും ബുദ്ധിമുട്ടാണ് കേട്ടോ. ഹലോ, അപ്പോൾ ദേ സുക്രുവിനെ നേഴ്സറിയിലൊക്കെ ആക്കി തുമ്പിമോൾക്ക് ദേ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് തുമ്പിമോൾ ഉറക്കാൻ പോകാണ്ട്. നല്ല ഉറക്കമുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ കഴിപ്പിക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട്. അല്ലേ, കുളിച്ചിട്ട് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതാണ് എണ്ണമയം കാണുന്നത്. അപ്പോൾ ഒന്ന് വേഗം പോയി ഉറക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ വേറെ പണികളൊന്നുമില്ല. നമ്മൾ നേഴ്സറിയിലാക്കിയതിന് ശേഷം പെരയൊക്കെ തുടച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഉറക്കിയിട്ട് വരാം കേട്ടോ. തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടാ. പിന്നെ ഇപ്പം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഓരോരോ കാരണങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി. പിന്നെ കടയിൽ നിന്ന് വിളിയായി, കാര്യങ്ങളായി. അങ്ങനെ പിന്നെ എന്തിട്ടാ വാട്ടർ ബില്ല് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചു. കുറച്ച് ദിവസമായി വാട്ടർ ബില്ല് വന്നിട്ട്. അപ്പോൾ അത് മറന്നടക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. അപ്പം നമ്മൾ വാഴയിലയിൽ നമ്മുടെ നൂലപ്പൊക്കെ എടുക്കാൻ പോകണുള്ളൂ കേട്ടോ. എനിക്ക് വിശക്കുന്നില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണോ വിശപ്പൊന്നുമില്ല. 2 നൂലപ്പം എടുക്കാം. പക്ഷെ നമ്മൾ ഫീഡ് ചെയ്യണമല്ലോ, അപ്പോൾ തിന്നാണ്ടിരിക്കാനും പറ്റൂല. നമുക്കിതേ നൂലപ്പം എടുക്കട്ടോ.
പിന്നെ ഞാൻ പാല് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തിന്നണോ? പാല് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗ്രേവി സുധിച്ചേട്ടൻ വന്നപ്പോഴും മുട്ടയുടെ ഗ്രേവി ഇല്ലേ, അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ഇട്ടിട്ടില്ല, ഗ്രേവി മാത്രം. അപ്പം അത് കൂട്ടി തിന്നാം എന്ന് വിചാരിക്കുന്നു. പാലിപ്പോൾ തിന്നാൻ തോന്നണല്ലോ, നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ മാറ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. പാല് വേണ്ട അപ്പം. പോയി തിന്നിട്ട് വരട്ടോ. അങ്ങനെ നൂലപ്പത്തിൻ്റെ കൂടെ ആ ഒരു ഗ്രേവിയും അതേപോലെ തന്നെ കോവക്ക വാട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കോവക്ക വാട്ടിന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. ഗായ്സ് പറഞ്ഞേ ഹലോ ഗായ്സ്. അപ്പോഴത്തേ നമ്മുടെ തുമ്പി എണീറ്റിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബോറടിക്കണം, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ല. ഭയങ്കരമായിട്ട് ബോറടിക്കണം. ഷോറൂമിൽ നിന്ന് പോവാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇന്ന് പോയില്ല, മടിയായി. ഇപ്പോൾ സമയം 1:30 മണിയായിട്ടുള്ളൂ. അപ്പോൾ എന്തിട്ടാ ഭയങ്കര ചൂടാണ്. കറണ്ടില്ല കേട്ടോ, കറണ്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സുഖമില്ല. പിന്നെ തുമ്പി എണീറ്റ് ചിണിങ്ങി വരാണ്. ഇനി തുമ്പിക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ ഫുൾ ഡേ രാത്രി കിടക്കണവരെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ, പക്ഷെ എനിക്ക് മൂടില്ല. ഞാൻ വൈകിട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ സുക്രൂനെ കൊണ്ടുവരാറായിട്ടുണ്ട്. ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ തുമ്പിന് എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. തുമ്പിനെ എവിടെ ഇരുത്തും എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പുറത്ത് ശിവ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്താമെന്ന് വിചാരിക്കുന്നു. ഇനി രാവിലെ അങ്ങനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ കൊണ്ട് സുധിച്ചേട്ടൻ ഒരു വണ്ടി ഉള്ളേ, ഒരു വണ്ടി ആനാപ്പുഴ ഇരിക്കുകയാണ്, ശബരിമലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ കൊണ്ടേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ അവന് കൊണ്ടു തരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇവളെ ശിവ ചേച്ചിയുടെ അവിടെ ആക്കിയിട്ട് ഞാനും സുധിച്ചേട്ടനും സുക്രും കൂടെ പോയി. എന്നിട്ട് സുധിച്ചേട്ടനെ ബസ് കയറ്റി വിട്ടു. എൻ്റെ കെട്ടിയോന്ന് പറയണത് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ, പക്ഷെ എൻ്റെ കെട്ടിയോന് വണ്ടി ഓടിക്കാൻ തീരെ ഇഷ്ടമില്ല. ബസ്സിന് പോയി കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ബസ്സിൽ അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി, ഡ്രൈവറോട് എത്തിച്ചോളും എന്ന് പറഞ്ഞാൽ മാതിരി മടിയനാണ്. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നമ്മൾ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആൾക്ക് വെറുപ്പാണ്. വണ്ടി ഓടിക്കാനൊക്കെ ആൾക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരൊക്കെ ഈ ബസ്സിൽ പോണത്. ഒരു കണക്കിന് നല്ലതാണ്, നമുക്ക് പെട്രോൾ അടിക്കേണ്ട, ലാഭമാണ്, അതേപോലെ തന്നെ റിസ്ക്കും കുറവാണ്, നമ്മൾ ഓടിക്കേണ്ടല്ലോ. പിന്നെന്താ, അങ്ങനെ സുധിച്ചേട്ടനെ ബസ് കയറ്റി വിട്ടു. പിന്നെ ഞാൻ കൊണ്ട് നേഴ്സറിയിലാക്കി. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കാണ്ട് പോന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ റെഡ് ചെയ്യും. കുറച്ച് നേരം അവിടെ 5 മിനിറ്റ് ഞാൻ അവിടെ ഇരുത്തി നേരെ വന്ന് ശിവചേശ്വരിനെ വിളെടുത്തു കേട്ടോ. അങ്ങനെയാണ് ഇന്ന് രാവിലെ. അങ്ങനെ ഇനി വൈകുന്നേരം നേഴ്സറി പോകാൻ നേരത്തെ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറും തിന്നിട്ടില്ല. തുമ്പിക്കുട്ടി എന്ത് ചെയ്യുന്നു? പാപ്പൻ തിന്നില്ലേ തുമ്പിക്കുട്ടി? തുമ്പിക്കുട്ടി പാപ്പൻ തിന്നാ? പാപ്പൻ തിന്നാ? കാക്കി പാടിക്കൊടുത്തേ, പാടിക്കൊടുക്ക് പാട്. അതങ്ങനെയാണല്ലേ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ പാടുന്നറിയോ? നമ്മ ഒരാളോട് പറയണ് തുമ്പി കാക്കിയെ പാടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണാണെങ്കിൽ മിണ്ടത്തില്ല. അതെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ സുക്രു അങ്ങനെ ഉണ്ട്. അവൻ എന്തറിയെങ്കിലും മറ്റുള്ളവരെ മുന്നിൽ അവൻ ചെയ്യൂല. അപ്പോൾ നമ്മൾ നാണം കിടും. എൻ്റെ മോൻ ഇതൊക്കെ അറിയാന്നൊക്കെ പറയുമ്പോൾ എവിടെ, എൻ്റെ മോൻ ഒന്നും അറിയില്ലാത്ത പോലെയാണ് അവൻ പറയണത്. അങ്ങനത്തെ കേട്ടോ. തുപ്പ കണ്ടില്ലേ, തുമ്പി മിണ്ടാത്ത കണ്ടില്ലേ? തുമ്പി അല്ലെങ്കിൽ കാക്കേ കൂതേ വിതേ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. പറയേ ആ കൂടെ വിടേന്ന് ഇച്ചിരി കുറവിൽ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എന്നാലും സുക്രുവിനേലും നേരത്തെ തന്നെ അവൾ സംസാരിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും സംസാരിച്ചു തുടങ്ങി. സുക്രു 2 വയസ്സ് വരെ മിണ്ടൂലായിരുന്നു. അതാണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. ആമ്പിള്ളേർ വളരെ പതുക്കെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. പക്ഷേ ഇപ്പോൾ സുക്രു ഭയങ്കര വായാടിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എല്ലാവരും പറയും കായവൻ പറയുമായിരുന്നു, കാക്ക. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടും സംസാരിക്കും. എനിക്ക് ആദ്യത്തെ കൊച്ചായതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാ കാര്യത്തിലും. പിന്നെ അവൻ്റെ കാലിനൊരു ചരിവുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം ശരിയായിട്ടുണ്ട്. എന്നാലും കാലിനൊക്കെ ഒരു ചരിവുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ചെറുപ്പത്തിലൊന്ന് വളർന്ന് എപ്പോഴും ഈ കാരണന്മാരൊക്കെ പറയില്ലേ, ഈ വെള്ളം തോർന്ന് കിട്ടുന്നവരെ ഭയങ്കര ടെൻഷനാണെന്ന്, അതുപോലെയായിരുന്നു. പക്ഷെ തുമ്പിടെ കാര്യത്തിന് എനിക്ക് ഒരു ടെൻഷനുണ്ട്. അതേപോലെ തന്നെ അവൾ എല്ലാ കാര്യവും വേഗം തന്നെ ചെയ്തിട്ട്. നമ്മൾ 2ാമത്തെ കുട്ടിയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പോൾ കുറച്ച് നമുക്ക്
ഒരു ഇച്ചിരി ധൈര്യമൊക്കെ വരും. മറ്റേ ആദ്യത്തെ കുട്ടിയാവുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഭയങ്കര ടെൻഷനല്ലേ. ആദ്യത്തെ കൺമണി ആയതുകൊണ്ട് വല്ലാത്ത ടെൻഷനാണ്. ഇത് രണ്ടാമത്തെ കൺമണി ആയതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടാവില്ല അല്ലേ. ഇതെൻ്റെ രണ്ടാമത്തെ കൺമണിയാണ്. ഇതാറ്റ് കൊടുക്കും. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടെ. കിടന്നുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യണം. കാരണം എനിക്ക് വയ്യ ഗൈസ്, തലവേദന എടുക്കണം, ചൂടും എനിക്കായിട്ട് അതൊരു തലക്ക് വട്ടായിരിക്കണതാണ്. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ടാറ്റ.